നമസ്കാരം. എല്ലാവർക്കും ഷീലാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമുക്കിന്നൊരു കേക്ക് തയ്യാറാക്കാം. പ്ലം കേക്കാണ് തയ്യാറാക്കുന്നത്. എളുപ്പത്തിലൊരു പ്ലം കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പ്ലം കേക്ക് തയ്യാറാക്കാനായി 200 ഗ്രാം ഡ്രൈ ഫ്രൂട്ട്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അവ ഓരോന്നായി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഉണക്ക കറുത്ത മുന്തിരി, ഉണക്ക വെളുത്ത മുന്തിരി, ഈന്തപ്പഴം, കാഷ്യൂനട്ട്, ബദാം, വാൾനട്ട്, ആപ്രിക്കോട്ട്, ട്യൂട്ടി ഫ്രൂട്ടി, ചെറി, ഓറഞ്ചിൻ്റെ തൊലി ചെറുതായി ഗ്രേറ്റ് ചെയ്തത് 1/2 സ്പൂൺ. ഇത്രയും ചേർത്ത് ഈ ഡ്രൈ ഫ്രൂട്ട്സ് മുങ്ങി നിൽക്കത്തക്കവണ്ണം ബാർബിക്യാൻ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബാർബിക്യാനാണ്. അതിന് പകരമായി ഓറഞ്ച് ജ്യൂസോ ഗ്രേപ്പ് ജ്യൂസോ വൈനോ ഉപയോഗിക്കാവുന്നതാണ്. ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിക്കുമ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ മിക്സ് ഒരു ഗ്ലാസ് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. കാൽ കപ്പ് ക്രാൻബെറി ആപ്പിൾ ജ്യൂസ് ചേർത്ത് ഒരു ഗ്ലാസ് പാത്രത്തിൽ ഒഴിച്ച് അടച്ച് ഒരാഴ്ച സൂക്ഷിക്കാം. ഇത് ഓപ്ഷണലാണ്. ഒരു പാനിലേക്ക് 100 ഗ്രാം പഞ്ചസാരയും 2 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ കാരമലൈസ് ചെയ്തെടുക്കാം. ബ്രൗൺ നിറമായി തുടങ്ങുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. അതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് ഇളക്കി ഗ്യാസ് ഓണാക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഇളക്കി മിക്സ് ചെയ്യണം. ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വച്ചിരുന്ന ഏലക്ക, പട്ട, ജാതിക്ക ഇതിൻ്റെ മിക്സ് 1/2 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് ഇളക്കാം. നേരത്തെ സോക്ക് ചെയ്ത് വച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സിൽ നിന്ന് 4 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് ഇളക്കി ഒന്ന് കുറുകി വരുമ്പോൾ മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. തണുത്ത മുട്ട ഉപയോഗിക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായി അടിച്ചെടുക്കാം. അര കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് നന്നായി അടിച്ച് മാറ്റി വയ്ക്കാം. ഇനി 235 ഗ്രാം മൈദ ഒരു അരിപ്പയിലേക്ക് ഇട്ട് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് 3 പ്രാവശ്യം നന്നായി അരിച്ചെടുക്കാം. നന്നായി മിക്സായി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. നേരത്തെ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് അരിച്ച് മാറ്റി വയ്ക്കണം. അതിലേക്ക് 1/2 കപ്പ് കട്ട് ചെയ്ത കാഷ്യൂനട്ടും കൂടെ ചേർത്ത് തയ്യാറാക്കി വച്ചിരിക്കുന്ന മൈദയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് ഇളക്കി ഒരു ടേബിൾ സ്പൂൺ ജാമും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നത് കേക്ക് തയ്യാറാക്കുമ്പോൾ ഈ മിക്സ് എല്ലാം കൂടെ താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അരിച്ചു വച്ചിരിക്കുന്ന മൈദയിലേക്ക് നേരത്തെ പൊടിച്ച ഏലക്ക മിക്സിൽ നിന്ന് 1/2 ടീസ്പൂണും 100 ഗ്രാം പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം ഡ്രൈ ഫ്രൂട്ട്സ് മിക്സും തയ്യാറാക്കി വച്ചിരിക്കുന്ന കാരമലൈസ് മിക്സും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം.
അതിനുശേഷം മുട്ട അടിച്ച് മാറ്റി വെച്ചിരുന്നതും ചേർത്ത് ഇളക്കാം. കഴിയുന്നത് ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കാൻ ശ്രദ്ധിക്കണം. ഒരു കേക്ക് ടിന്നിൽ സൺഫ്ലവർ ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പകരം ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി എളുപ്പം. അല്പം മൈദ ചെറുതായി വിതറി അതിന് എല്ലാ സ്ഥലത്തും ഒന്ന് സ്പ്രെഡ് ആകുന്നത് വരെ തൂത്തതിന് ശേഷം തയ്യാറാക്കി വച്ചേക്കുന്ന കേക്കിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ ഒന്ന് നല്ലപോലെ ടാപ്പ് ചെയ്ത ശേഷം 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വയ്ക്കാം. ഇതിനുള്ളിൽ എയർ ബൗൾസ് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തട്ടി കൊടുക്കുന്നത്. ഞാൻ ഈ കേക്ക് തയ്യാറാക്കിയത് ബേസിക് ഓവനിലാണ്. 20 to 22 മിനിറ്റ് വെച്ചാണ് തയ്യാറാക്കിയത്. സാധാരണ ഓവൻ സെറ്റ് ചെയ്യേണ്ടത് 180 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റും 160 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റുമാണ്. ഓരോ ഓവനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ടൈം സെറ്റ് ചെയ്യേണ്ടത്.